നാരദ-രാഘവ സംവാദം. അതോടുകൂടിയാണ് നമ്മുടെ ഇന്നത്തെ പാരായണ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. ഭഗവാന്റെ സീതാസ്വയംവരം കഴിഞ്ഞ് ഭാർഗവരാമന്റെ ദർപ്പമടക്കുന്ന രംഗവുമൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ബാലകാണ്ഡം സമർപ്പിച്ചത്. അപ്പോൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു സാധകന്റെ ബാല്യം കഴിഞ്ഞിട്ട് കൗമാരത്തിലേക്ക് കടക്കുന്ന, യൗവനത്തിലേക്ക് കടക്കുന്ന ഭാഗമാണ്. യുവാവായി കഴിയുമ്പോഴാണ് ഇണയെക്കുറിച്ച്, സ്പൗസിനെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ. അങ്ങനെയാണ് ആ യൗവനത്തിലെ വിവാഹമൊക്കെ കഴിഞ്ഞ എന്താണ്, കുടുംബമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തയായി. ആ സഞ്ചാരമൊക്കെയാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. പിന്നെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാത്തരം പ്രശ്നങ്ങളെയും എല്ലാത്തരം അനുഭവങ്ങളെയും രാമായണം ഓരോ ഭാഗങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നതാണ് നമ്മളിനി കാണുന്നത്. നാരദ-രാഘവ സംവാദമാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. ദേവി, പാർവതീദേവി ശ്രീപരമേശ്വരനോട് ചോദിക്കുന്ന ഭാഗമാണ് വീണ്ടും ആരംഭിക്കുന്നത്. അവിടെ സൂചിപ്പിക്കുന്ന ഭഗവാനെക്കുറിച്ചുള്ള കുറേ വർണ്ണനകളുണ്ട്. അത് ഓരോ വാക്കുകളായിട്ട് നമുക്ക് നോക്കാൻ ഇപ്പോൾ സൗകര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക. ആ ഭഗവാനോട് എന്താ പറഞ്ഞത്? ആ നക്തഞ്ചരേശ്വരനായ ദശാസ്യന് മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തം ദിവം, നക്തം എന്ന് പറഞ്ഞാൽ രാത്രി, ദിവം എന്ന് പറഞ്ഞാൽ പകല്, രാവും പകലും ജീവിതാവധി കേൾക്കലും. ജീവിതാവധി എന്ന് പറഞ്ഞാൽ ഈ ജന്മം മുഴുവൻ ഇരുന്ന് രാവും പകലും ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാലും തൃപ്തി വരാമമ വേണ്ടിയില മുക്തിയും. ഇതാണ് ശരിയായ ഭക്തന്റെ ലക്ഷണം. ആ ഭക്തിയുടെ രസം ഇങ്ങനെ ആസ്വദിക്കുക. എന്തുകൊണ്ട്? ഭക്തിയാണ് സ്വാദീയസി ശ്രേയസി നാരായണീയം, അല്ലേ? സ്വാദിഷ്ടവുമാണ് ശ്രേയസ്കരവുമാണ്. രണ്ടും കൂടെ ഒന്നിച്ചു വരാൻ വളരെ പ്രയാസമാണ്. സ്വാദിഷ്ടവുമാണ് ശ്രേയസ്കരവുമാണ്. അതുകൊണ്ടാണ് ഭക്തിയുടെ രസം. അതുകൊണ്ടാണ് പലപ്പോഴും ഭക്തിയുടെ രസം ആസ്വദിക്കുന്ന ഭക്തൻ മുക്തി വേണ്ട എന്ന് പറയും. എന്തുകൊണ്ട്? മുക്തിയാ കിട്ടിയാൽ പിന്നെ ഞാനില്ല എന്ന്. ഞാനുണ്ടെങ്കിലേ എനിക്കിത് ഭഗവാന്റെ രസം, സാമീപ്യം, കഥകൾ ആസ്വദിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദേവി പറയുന്നത് തൃപ്തി വരാ. രാത്രിയും പകലും മുഴുവൻ, ജീവിതം മുഴുവൻ കേട്ട് കഴിഞ്ഞാലും രാമകഥ കേട്ടാൽ എനിക്ക് തൃപ്തി വരില്ല, എനിക്ക് മുക്തിയൊന്നും വേണ്ട, ഇത് മതി എന്ന് ദേവി പറഞ്ഞപ്പോൾ മന്ദസ്മിതം പൂണ്ടു മന്മഥനാശനൻ. ആരാ മന്മഥനാശനൻ? ശ്രീപരമേശ്വരൻ. മന്മഥൻ കാമദേവനെ ഇല്ലാത്തയാക്കിയ ആള്. പക്ഷെ അവിടെ പരാജയപ്പെടുന്ന ഒരിടത്ത് മാത്രമേ ഉള്ളൂ. രാസക്രീഡാ രംഗത്ത് ഭഗവാനൊരു പേരുണ്ട്, കൃഷ്ണന്. എന്ത്? മന്മഥൻ. മന്മഥന്റെ മനസ്സിനെ പോലും മഥിച്ചു ഭഗവാന്റെ സൗന്ദര്യം. സർവസൗന്ദര്യ സംഗ്രഹം എന്നൊക്കെയാണ് ഗുരുവായൂരപ്പനെ മമ്മിയൂരപ്പൻ വിശേഷിപ്പിക്കുന്നതെന്ന് പറയും. ഭാഗവത രംഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്ക്. ഭഗവാന്റെ യോഗാദേശം എന്ന രുദ്രഗീതത്തിൽ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. സർവസൗന്ദര്യ സംഗ്രഹം, അല്ലേ? സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം. ആര് പറഞ്ഞു? നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് സൂചിപ്പിച്ചു. സാധാരണ സൗന്ദര്യമൊന്നുമല്ല, പിന്നെ പ്രപഞ്ചത്തിലുള്ള സൗന്ദര്യം മുഴുവനും കൂടി എടുത്തിട്ട് അതിനെ ഒന്ന് പെഴ്സോണിഫൈ ചെയ്താൽ, ഒരു എംബോഡിമെന്റ്, ഒരു ശരീരത്തെ കൊടുത്താൽ എങ്ങനെയിരിക്കും? അതാണ് ഭഗവാൻ. ഇത്ര സുന്ദരമായ ഭാഗമാണ്. ആ മന്മഥനെ ഇല്ലാതാക്കിയ ആ ഭഗവാനെ ശ്രീപരമേശ്വരൻ സുന്ദരീ കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. എന്നിട്ടാണ് നാരദ-രാഘവൻ ഒരു ദിവസം ദാശരഥി രാമന്റെ സീതയൊക്കെ ആയിട്ട് അങ്ങനെ രസിച്ചിരിക്കുന്ന, കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയൊക്കെ ആയിട്ട് ഇങ്ങനെ രസിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതാണ് സൂചിപ്പിക്കുന്നത്. അങ്കജനാശനവന്ദിതൻ. അങ്കജനാശനവന്ദിതൻ. അങ്കജനാശൻ ആരാണ്? ഇപ്പൊ പറഞ്ഞത് തന്നെ. അങ്കജൻ ആരാ? കാമദേവൻ. അങ്കജനാശനൻ മഹാദേവൻ. മഹാദേവനാൽ വന്ദിക്കപ്പെടുന്നവൻ എന്നാണ് സൂചിപ്പിച്ചത്. ആ ഭഗവാൻ അങ്കജലീല പൂണ്ടന്തപ്പുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും സീതാദേവിയോടും ഒക്കെ അങ്ങനെ
സാധാരണ ഒരു വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആ വിചാരങ്ങളോട് കൂടിയൊക്കെ അങ്ങനെ ഇരുന്നു. ആര്? ഭഗവാനെ അങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ വാക്കുകളെ കൊണ്ട് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നു. നീലോൽപലദള ശ്യാമള വിഗ്രഹൻ, ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നു. നീലോൽപലദള ശ്യാമള വിഗ്രഹൻ, ഭഗവാന്റെ രൂപം അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെയോ നീലോൽപലദളലോലവിലോചനൻ, ആ കണ്ണുകളുടെ ഭംഗി. നീലോപലാഭൻ, ഇന്ദ്രനീലക്കല്ലിന്റെ നിറമാണ് ഭഗവാന്. സാധാരണ പോലെയല്ല. ഇവിടെ ഭഗവാന്റെ പടം വരയ്ക്കുന്നിടത്ത് ഒരു നീല നിറത്തിലാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നീല നീരത നിഭം അല്ലെ, കാർമേഘത്തിന്റെ നിറം. പിന്നെയോ നീലോപലാഭൻ, നിരുപമൻ, നിർമ്മലൻ, ഈ വാക്കുകളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞതാണ്. നീലകളപ്രിയൻ, നിത്യൻ, നിരാമയൻ, രത്നാഭരണ വിഭൂഷിതഗേഹനായി, രത്നസിംഹാസനം തന്മേലനാകുലം. ആ ഇരിപ്പൊക്കെയാണ് വർണ്ണിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കും. അത് മുഴുവൻ നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ അവിടെ ആര് വന്നു? നാരദ മഹർഷി വന്നു. അപ്പോഴെന്ത് ചെയ്തു? നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. മഹാത്മാക്കളെ എങ്ങനെ സ്വീകരിക്കണം? വീട്ടിലാണ് വരുന്നതെങ്കിൽ ഭാര്യയും ഭർത്താവും പ്രത്യേകം അല്ല നമസ്കരിക്കേണ്ടത്, പിന്നെ ഒരുമിച്ച് തന്നെ വേണം. ഈ എല്ലാ ഉപാസനകളും ദമ്പതികൾ ഒരുമിച്ച് വേണം എന്നാണ് ശാസ്ത്രം. വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, പിന്നെ അല്ലാത്ത ദിവസങ്ങളിലും. പലപ്പോഴും വീടുകളിൽ നടക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിലും അങ്ങനെയാണ് അതിൻ്റെ. ഭഗവാൻ അതിന് മാതൃക കാണിച്ചു തരികയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശ് നമസ്കരിച്ചിടിനാൻ. കസേരയിലിരുന്ന് ഹലോ സ്വാമി ഗുഡ് മോർണിംഗ് എന്ന് പറയല്ല വേണ്ടത്, പിന്നെ ദണ്ഡ നമസ്കാരം. സ്ത്രീകൾക്കാവുമ്പം ദണ്ഡ നമസ്കാരം പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അല്ലാത്ത നമസ്കാരം. എന്നിട്ട് അതിഥിയെ പൂജിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പാദ്യ, ആസന, ആചമനീയ, അർഘ്യ, പൂർവകം, ഇതൊക്കെ പൂജയുടെ ഇതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നാരദനെ പൂജിച്ചു. എന്നിട്ട് എന്ത് നമസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാന്? നാനാവിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. വിഷയസംഗത്തിൽ ഇങ്ങനെ രസിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങേപ്പോലുള്ള മഹാത്മാക്കളെ കാണുന്നത് വളരെ ദുർലഭമാണ് എന്ന് സൂചിപ്പിച്ചു എന്നർത്ഥം. എന്തുവാണ് സൂചിപ്പിക്കുന്നത്? ഇത് ശ്രീരാമചന്ദ്രൻ പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന് വേണ്ടിയിട്ടല്ല. പിന്നെ നമ്മളൊരു മഹാത്മാക്കളെ സമീപിക്കുമ്പോൾ നമ്മുടെ ഭാവം എന്തായിരിക്കും? നമ്മൾ എത്ര വലിയ പദവിയിലിരിക്കുന്നയാളായാലും, എത്ര വിദ്യാഭ്യാസ യോഗ്യതകളുള്ളയായാലും, എത്ര ധനമുള്ള ആളാണെങ്കിലും അതൊന്നും മഹാത്മാക്കളുടെ മുമ്പിൽ പ്രസക്തമല്ല. അതിൻ്റെ ഒരു പ്രതിഫലനം പോലും വാക്കുകളിലോ വേഷത്തിലോ ഒന്നും വരാൻ പാടില്ല. മഹാത്മാക്കളുടെ മുമ്പിൽ ഏറ്റവും ചെറുതാകാൻ കഴിയണം. ആണ് വിനയത്തിന്റെ. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ. പ്രണിപാതേന, അത് ശരീരം കൊണ്ട് നമസ്കരിക്കുന്നത് മാത്രമല്ല സൂചിപ്പിക്കുന്നത്, പിന്നെ അതുകൊണ്ടാണ് മഹാത്മാക്കളുടെ അടുത്ത് അങ്ങനെ ഒരു സന്നിധിയിൽ നിന്നും പോകുമ്പോൾ ഒന്നും വലിയ വേഷഭൂഷാദികളോടൊന്നും മിനിമം ആവശ്യത്തിനുള്ള അതൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ള. എങ്ങനെയാണ് മഹാത്മാക്കളെ സമീപിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? അങ്ങനെപ്പോലുള്ള മഹാത്മാക്കളെ കാണുക തന്നെ വളരെ ദുർലഭമാണ്. പലപ്പോഴും വിവേകചൂടാമണി, ആദിശങ്കരാചാര്യസ്വാമികളുടെ വിവേകചൂടാമണി പലപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. ദുർലഭം ത്രയമേവൈതത് ദൈവാനുഗ്രഹ കാരണം. വളരെ ദുർലഭമായിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അത് ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ദൈവാനുഗ്രഹം എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ്. അവനവന്റെ കർമ്മങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ വെച്ചിരിക്കുന്ന പരമ്പരയാണ് ദൈവം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദൈവാനുഗ്രഹ കാരണം എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ? മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയ. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ അവിടെ മലയാളത്തിൽ നമ്മൾ പറയുന്ന മനുഷ്യത്വമല്ല, പിന്നെ മനുഷ്യജന്മം. മനുഷ്യത്വം എന്ന് സൂചിപ്പിക്കുന്നത് മനുഷ്യജന്മം. കിട്ടാൻ വളരെ പ്രയാസമുള്ളതാണ് മനുഷ്യജന്മം. എത്രയോ കാലത്തെ പുണ്യങ്ങളെ കൊണ്ടാണ് മനുഷ്യജന്മം കിട്ടുക. അപ്പോൾ മനുഷ്യജന്മം കിട്ടുന്നത് വളരെ ദുർലഭമാണ്. പിന്നെയോ ആ മനുഷ്യജന്മം കിട്ടിയാൽ മുമുക്ഷുത്വം,
മോക്ഷമാർഗത്തിലേക്ക് ചിന്ത വരാൻ. പ്രത്യേകിച്ച് ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന കാലത്ത് ഈ മോക്ഷമാർഗത്തിൽ നിന്ന്, ഈശ്വരചിന്തയിൽ നിന്ന്, ശ്രേയസ്കരമായ ജീവിത മാർഗത്തിൽ നിന്ന്, നന്മയുടെ മാർഗത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാനുള്ള ഘടകങ്ങളാണ് കൂടുതലും. അല്ലേ, ടെംപ്റ്റിംഗ് ഇംഗ്ലീഷിൽ സൂചിപ്പിക്കും. നമ്മളെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യുന്ന ലക്ഷണങ്ങളാണ്. ജീവി തുറന്നാൽ അതിലായാലും, പേപ്പർ എടുത്താൽ അതിലായാലും, ചേട്ടമ്പലം നോക്കിയാലും ഒക്കെ. അപ്പം അതിലേക്ക് വീണു പോകാനാണ് സാധ്യത എപ്പോഴും കൂടുതൽ. മനുഷ്യത്വം, മുമുക്ഷുത്വം, ആ ഭാവത്തിലേക്ക്. മുമുക്ഷുത്വം എന്നുള്ളതിന്റെ അതിന്റെ നിർവചനം ആചാര്യസ്വാമികൾ തന്നെ തത്വബോധം എന്ന ഗ്രന്ഥത്തിൽ മുമുക്ഷുത്വം അത് നിർവചിക്കുന്നത് സാധന ചതുഷ്ടയത്തെ സൂചിപ്പിക്കുമ്പോഴാണ് എന്നർത്ഥം. ഒരു വേദാന്ത വിദ്യാർത്ഥിക്ക് ആവശ്യം ഉണ്ടായിരിക്കേണ്ട 4 ഗുണങ്ങളെയാണ് സാധന ചതുഷ്ടയം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. ചതു എന്നുള്ള ശബ്ദം തന്നെ 4നെ സൂചിപ്പിക്കുന്നു. അല്ലെ, വിവേകം, വൈരാഗ്യം, ശമാധി ഷഡ്കസമ്പത്തി, മുമുക്ഷുത്വം, ഇങ്ങനെ 4 എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ വിവേകം എന്താണ്? ഇന്നലെ സൂചിപ്പിച്ചു. വിവേകം എന്ന് പറഞ്ഞ എന്താണ്? ഇന്നലെയൊക്കെ പറഞ്ഞ പലവണ്ണം പറഞ്ഞിട്ടുണ്ട്. നിത്യാനിത്യ വസ്തു വിവേകം. ഇതാണ് ആചാര്യസ്വാമികൾ കൊടുക്കുന്ന നിർവചനം. നിത്യാനിത്യ വസ്തു വിവേകം. നിത്യ അനിത്യ വസ്തുക്കളെ വേർതിരിച്ച് അറിയുന്നതാണ് വിവേകം. അല്ല, സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിലെ വിവേകം ഡിസ്ക്രിമിനേഷൻ എന്നുള്ള സിമ്പിൾ മീനിങ് മാത്രമല്ല. അത് വളരെ പ്രസക്തമാണ്. പക്ഷെ അതിനേക്കാൾ ശാസ്ത്രദൃഷ്ടിയിൽ ഉപയോഗിക്കുന്ന അർത്ഥം ഇതാണ് എന്നർത്ഥം. എന്ത് വിവേകം? നിത്യ അനിത്യ വസ്തു വിവേകം. അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതും ആചാര്യസ്വാമികൾ തന്നെ തരുന്നുണ്ട് നമുക്ക് ഉത്തരം. എന്ത്? നിത്യവസ്തു ഏകം ബ്രഹ്മ തദ്വ്യതിരിക്തം സർവം അനിത്യം അയമേവ നിത്യാനിത്യ വസ്തു വിവേക. ഇവിടെ നിത്യവസ്തു എന്തുണ്ട്? നിത്യം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥികമായ സത്ത ഉള്ളത്, അബ്സല്യൂട്ട് റിയാലിറ്റി ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്ത്? സമസ്ത ചരാചരങ്ങളിലും സൂക്ഷ്മമായി വ്യാപിച്ച് അതിനെയൊക്കെ അതാക്കി നിലനിർത്തുന്ന ചൈതന്യം. അത് മാത്രമാണ് ഇവിടെ. ബാക്കിയുള്ളതൊക്കെ ആഗമഹാപായിനോ അനിത്യാഹ, വന്നും പോയി നിൽക്കുന്ന അനിത്യങ്ങളായത് മാത്രമാണ്. അപ്പൊ നിത്യമായിട്ട് എന്തുണ്ട്? ആ പരമാത്മ ചൈതന്യം. അത് ഈശ്വരനോ ബ്രഹ്മമെന്നോ ആത്മാവെന്നോ ഭഗവാനെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഏത് വാക്കുകൾ കൊണ്ട് വേണമെങ്കിലും സൂചിപ്പിക്കുക. അപ്പൊ സൂചിപ്പിക്കുന്ന അർത്ഥം എന്താണ് എന്നാദ്യം മനസ്സിലാക്കണം. അല്ല, നമ്മൾ വെറുതെ ഭഗവാനെന്നും ആത്മാവെന്നും ബ്രഹ്മമെന്നും മാത്രം പറഞ്ഞാൽ പോരാ. അതൊക്കെ കൊണ്ട് സൂചിപ്പിക്കുന്ന അർത്ഥം എന്താണ്? സമസ്ത ചരാചരങ്ങളിലും വ്യാപിച്ച് അവയെയൊക്കെ അതാക്കി നിലനിർത്തുന്ന ചൈതന്യം. ഈ വാചകങ്ങളൊന്നും മറന്നു പോകരുത്. എത്രയോ കാലമായിട്ട് നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ സംശയിക്കരുത്. ശരിക്കും പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങോട്ട് വരണം. അത് ഫീഡ്ബാക്ക് അല്ലേ. സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ചു നിന്ന് അവയെയൊക്കെ അതാക്കി നിലനിർത്തുന്ന ചൈതന്യം. അത് മാത്രമേ ഇവിടെ നിത്യമായിട്ടുള്ളൂ, സത്യമായിട്ടുള്ളൂ. ഈ ബോധം ഉണ്ടാകുന്നതിനെയാണ് ശരിയായ ദൃഷ്ടിയിൽ വിവേകം എന്ന് പറയുന്നത്. അപ്പൊ അതായിരിക്കണം സാധന ചതുഷ്ടയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത. അതായത് ശാസ്ത്രം സത്യസാക്ഷാത്കാരത്തിനുള്ള ഏറ്റവും പ്രാഥമികമായ യോഗ്യത, എലിമെന്ററി ക്വാളിഫിക്കേഷൻ അതാണ്. ഏത്? ഈ വിവേകം. ഇവിടെ അത് വെച്ച് നോക്കിയാൽ നമുക്കതുണ്ടോയെന്ന് ആലോചിച്ച് നോക്കുമെന്ന്. ഇല്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കാനല്ല ഈ പറയുന്നത്. പിന്നെ അതാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്, കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് സൂചിപ്പിക്കുന്നത്. അയ്യോ, എനിക്ക് ഇത്രയും കാലമായിട്ട് അത് വന്നിട്ടില്ലല്ലോ, 85 വയസ്സ് കഴിഞ്ഞ് ഇപ്പോഴും വന്നിട്ടില്ലല്ലോ, ഇപ്പൊ തുടങ്ങിക്കോളൂ. ഇത് വേദാന്ത പഠനത്തിൽ, ശാസ്ത്ര അന്വേഷണത്തിൽ ലേറ്റായി എന്നൊരു ഇതിൽ. എപ്പോഴാണ് ഇത് സാധിക്കുന്നത്? പുണ്യം എന്ന് വിചാരിച്ചുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുക. അപ്പൊ അതാണ് വിവേകം. പിന്നെ വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിരാഗാവസ്ഥ, ഒന്നിനോടും ഒട്ടലില്ലാത്ത ഒരു അവസ്ഥ. ഈ വിവേകം വന്നാൽ സ്വാഭാവികമായിട്ട് വൈരാഗ്യം വരും. എന്തുകൊണ്ട്? ഇപ്പോൾ അനിത്യങ്ങളായ പലതിനോടും നമുക്ക് താല്പര്യം വരുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ നമുക്ക് സുഖം തരും എന്നുള്ള തെറ്റായ ധാരണ കൊണ്ടാണ് എന്നർത്ഥം. ഇന്ന് തന്നെയല്ല, തിരിച്ച് ചിന്തിച്ചാൽ നമുക്ക് സുഖം കിട്ടുന്നത് അവയിൽ നിന്നൊക്കെ മാത്രമാണെന്നാണ് ഇപ്പം നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്ന്, അല്ലെങ്കിൽ പാൽപായസത്തിൽ നിന്ന്, അല്ലെങ്കിൽ രാമായണ കഥ കേൾക്കുന്നതിൽ നിന്ന്, ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആശ്രയിച്ച് മാത്രമാണ് നമ്മുടെ സന്തോഷം എന്ന്. നല്ല സ്ഥിതപ്രജ്ഞ ദർശനം
ഇന്നലെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ആത്മന്യീ ഏവ ആത്മനാ തുഷ്ടഃ. തന്നിൽ താൻ തന്നെ ആരാണോ സന്തുഷ്ടനായിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്? നിരപേക്ഷമായ ആനന്ദം. ഒന്നിനെയും ആശ്രയിക്കാതെ, കാലത്തെയോ ദേശത്തെയോ വസ്തുക്കളെയോ വ്യക്തികളെയോ ആശയത്തെയോ ഒന്നും ആശ്രയിക്കാതെ. ആർ യു കംഫർട്ടബിൾ? യെസ്, ഐ ആം ഓൾവേസ് കംഫർട്ടബിൾ. നമ്മുടെ ഗുരുദാസൻ ഒരിക്കൽ പറഞ്ഞു, ഇൻസ്പൈറ്റ് യു ആർ അൺകംഫർട്ടബിൾ എമംഗ് ഇൻക്രീസ്ഡ് കംഫർട്ട്സ്. ഗുരുദേവന്റെ വാക്കുകളെ അതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മലയാളം പറയാൻ പാടില്ല. അതുകൊണ്ട് അല്ലേ, കംഫർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആധുനിക ജീവിത സൗകര്യങ്ങളെല്ലാം അവിടെ നമ്മൾ അൺകംഫർട്ടബിളായിട്ട് അസ്വസ്ഥരായിട്ട് ഇരിക്കുന്നു. നോക്കൂ, എത്ര സുന്ദരമായ പ്രയോഗമാണ്. എന്തുകൊണ്ട്? ഈ സുഖവും ദുഃഖവും ഒക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു ഭാവമാണ്. ഏതൊരു അവസ്ഥാവിശേഷമാണോ മനസ്സിനെ ശാന്തമാക്കുന്നത്, അപ്പോൾ നമ്മൾ സുഖമെന്ന് പറയുന്നു. അതല്ല, എപ്പോഴാണ് മനസ്സിന് അജിറ്റേഷൻ, ക്ഷോഭം ഉണ്ടാക്കുന്നത്, അതിനെ അസുഖം എന്ന് പറയുന്നത്. അത് വേണ്ടപ്പെട്ടവരുടെ മരണമാവാം, വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തുവിന്റെ നഷ്ടമാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിത അനുഭവങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയതല്ലാത്ത ഒരു അനുഭവമാവാം. ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് ക്ഷോഭം സൃഷ്ടിക്കുന്നു. അപ്പോൾ അസ്വസ്ഥത എന്ന് പറയുന്നു. അപ്പൊ സുഖം ദുഃഖത്തെ അങ്ങനെ കാണണം എന്ന് പറഞ്ഞു. ഈ അനിത്യ വസ്തുക്കളിലൊക്കെയാണ് നമ്മളിപ്പോൾ സുഖം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഇല്ലായ്മയിൽ നമ്മൾ ദുഃഖിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഇനിയും ഗീത പഠിക്കുമ്പോൾ നമ്മൾ മുഴുവൻ കാണും. ഗീത നന്നായിട്ട് പഠിക്കൂ. അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അനിത്യം അസുഖം ലോകം. ഈ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? അനിത്യമാണ്, അസുഖകരമാണ്. അപ്പൊ ഇവിടുന്ന് നിത്യമായതൊന്നും പ്രതീക്ഷിക്കാതിരിക്കൂ, സുഖകരമായതൊന്നും പ്രതീക്ഷിക്കാതിരിക്കൂ. അപ്പൊ നമുക്ക് അപകടം ഉണ്ടാക്കുന്നതൊക്കെ എന്താണ്? ഈ പ്രതീക്ഷകളാണ്. അതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ എന്തൊക്കെയോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഭഗവാനിൽ നിന്ന് വരെ നമ്മൾ അങ്ങനെയല്ലേ പോകുന്നത്? അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിച്ചാൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളൊക്കെ കൂടുതൽ താല്പര്യത്തോടെ പോകാറുള്ളത്. അപ്പോഴെന്ത് വരുന്നു? കിട്ടാതെ വരുമ്പോൾ നിരാശയാകും. അതുകൊണ്ടാണ് നിത്യാനിത്യ വസ്തു വിവേകമാകുന്ന അടിസ്ഥാന യോഗ്യത നേടിക്കഴിഞ്ഞാൽ അത് വിരാഗത്തിലേക്ക് നയിക്കും, ഒട്ടലില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കും. അതിനെയാണ് വിരാഗം, വൈരാഗ്യം. വിഗതാരാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സീതാപ്രജ്ഞ ലക്ഷണം പറഞ്ഞപ്പോൾ വീതരാഗ ഭയക്രോധ. അവിടെ വീതം വിഗതം ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കും. വീതരാഗ ഭയക്രോധ. അപ്പൊ ഈ രാഗഭയക്രോധങ്ങളൊക്കെ ഇല്ലാതെയാണ്. അതിനെയാണ് വിരാഗം, വൈരാഗ്യം എന്ന് സൂചിപ്പിക്കും. അപ്പം വിവേകമായി, വൈരാഗ്യമായി. പിന്നെ സൂചിപ്പിക്കുന്നത് ശമദമാദികളിൽ നിന്നുള്ള 6 ഗുണങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് എന്നർത്ഥം. ശമം, ദമം, തിതിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം. ഇത് മുഴുവൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല, സമയത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് എന്നർത്ഥം. ഒറ്റ വാക്ക് പറയാം. ശമം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രണം, ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, തിതിക്ഷ എന്ന് പറഞ്ഞാൽ സാധാരണ ക്ഷമിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ക്ഷമയുടെ ഉദാത്തമായ ഭാവമാണ് തിതിക്ഷ എന്നർത്ഥം. എല്ലാ ദുഃഖത്തെയും പറയുമ്പോൾ മുഴുവൻ പറയാതെ പ്രയാസമാണ് മുമ്പോട്ട് പോകാൻ. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാതിദിക്ഷാ നിഗദ്യതേ. സുന്ദരമായിട്ട് ആചാര്യസ്വാമികൾ നിർവചനം കൊടുത്തിരിക്കുന്നു വിവേകചൂഡാമണിയിൽ. തിദിക്ഷ എന്താണ്? മലയാളം പോലെ മനസ്സിലാവില്ലേ? സഹനം സർവദുഃഖാനാം, സർവദുഃഖങ്ങളെയും സഹിക്കുക. എങ്ങനെ? അപ്രതീകാരപൂർവകം. ആരാണ് ദുഃഖത്തിന് കാരണമായത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ദുഃഖം വന്നത്, അവരോടൊക്കെ ഒരു പ്രതികാര ബുദ്ധി വെച്ച് പുലർത്താതിരിക്കുക. അല്ലെ, ഭഗവാൻ എന്നോട് ഈ ചതി ചെയ്തല്ലോ, അല്ലേ, 99-ാമത്തെ വയസ്സിൽ എൻ്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോയില്ലേ. അല്ലേ, അപ്രതീകാരപൂർവകം. ആരോടും പ്രതികാര ബുദ്ധിയില്ല. എന്തുകൊണ്ട്? പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. അപ്പൊ എന്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം ആരാണ്? എന്റെ അനുഭവങ്ങളെ കൊണ്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാമാണ് കാരണം. പിന്നെ ഞാനെന്തിന് മറ്റുള്ളവരെ കുറ്റം പറയും? ഈ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരോടും ആ ഭാവം വരുമ്പോഴാണ് അപ്രതീകാരപൂർവകം. ചിലർക്ക് അത് പ്രതികാര ബുദ്ധി കാണുകയല്ലോ. പിന്നെയോ ചിന്താവിലാപരഹിതം,
സദാസമയം ചിന്തയായി. എന്നാലും ഇങ്ങനെ വന്നല്ലോ. അങ്ങോരിപ്പോഴേ ഈ 99ാമത്തെ വയസ്സിൽ അകാല ചരമം പ്രാപിച്ചു കളഞ്ഞല്ലോ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. ചിന്ത. ചിലർക്ക് ചിന്തയല്ല പിന്നെ വിലാപം. എവിടുന്ന് ഇത്ര വളരെ സ്റ്റോക്ക് ഉണ്ടോന്ന് അറിയത്തില്ല. കണ്ണുനീര്. ഗ്ലിസറിനൊന്നുമല്ല, ശരിക്കും നാച്ചുറൽ നല്ല കണ്ണുനീര് തന്നെ. വിലാപരഹിതം. അപ്പൊ എന്തൊക്കെ വേണം? അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സഹനം സർവദുഃഖാനം. വ്യക്തമായില്ലേ ആശയം? അല്ലെ? ചിന്തയോ വിലാപമോ പ്രതികാരബുദ്ധിയോ ഇല്ലാതെ വന്നു ചേരുന്ന ദുഃഖങ്ങളെയൊക്കെ സഹിക്കാൻ കഴിയും. ഇതിനെയാണ് തിതിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ശമം, ദമം, തിതിക്ഷ, ഉപരതി. വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ പിൻവലിക്കണം. എങ്ങനെ? ആരെ പോലെ? ആരെങ്കിലും ഒരാളെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സങ്കടമാണ്. അതുകൊണ്ടാണ് ആമയെ പോലെ. യഥാ സംഹരതേ ഛായം കൂർമോങ്കാനീവ സർവശഃ. കഴിഞ്ഞ ദിവസം പഠിച്ചതുള്ളൂ. അതുകൊണ്ടാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ ആമ എങ്ങനെയാണോ തന്റെ അവയവങ്ങളെ പിൻവലിക്കുന്നത്, അതിനെയാണ് ഉപരതി. തിതിക്ഷ, ഉപരതി. ശ്രദ്ധ, സമാധാനം. ശ്രദ്ധ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസഃ ശ്രദ്ധ. ഗുരുവിലും ശാസ്ത്രത്തിലും ഉള്ള ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ. സമാധാനം, എപ്പോൾ മലയാളത്തിലെ സമാധാനമല്ല, മനസ്സിന്റെ ശാന്തത വെച്ച് പുലർത്താൻ കഴിയൽ. ഇങ്ങനെയുള്ള 6 ഒരു കൂട്ടം. അപ്പം വിവേകം, വൈരാഗ്യം, ശമാദികൾ, പിന്നെയോ മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്നുള്ള വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ നമ്മൾ പറഞ്ഞത് എന്നർത്ഥം. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ മോക്ഷം മേ ഭൂയാത് ഇതി ഇച്ഛ. മോക്ഷത്തിനുള്ള തീവ്ര വാഞ്ഛയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവൻ, ശ്രമിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ആ ഒരു ഗുണം ഉണ്ടാവുക വളരെ പ്രയാസമാണ് എന്നർത്ഥം. നമ്മൾ എവിടുന്നാ തുടങ്ങിയത്? അത് മറന്നുപോയി അല്ലേ? മഹാത്മാക്കളെ കാണുന്ന ദുർലഭം എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് പോയത്. നമ്മൾ എപ്പോഴും നമ്മൾ ചിലപ്പോൾ ഓർത്തുന്നിരിക്കില്ല. ഇപ്പൊ ഏതായാലും ഓർമ്മയുണ്ട്. ദുർലഭം എന്നുള്ള വാക്കിൽ നിന്നാണ് നമ്മൾ പോയത്. വിവേക ചൂടാമണിയിലെ ദുർലഭം ത്രയമേ വൈദത്. 3 കാര്യങ്ങൾ വളരെ പ്രയാസമാണ്. എന്തൊക്കെ? മനുഷ്യത്വം, മുമുക്ഷുത്വം. മുമുക്ഷുത്വം ഇപ്പൊ ക്ലിയർ ആയില്ലേ? എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. 3ാമത്തെ എന്താണ്? മഹാപുരുഷ സംശ്രയ. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ദുർലഭം എന്നുള്ള വാക്ക് രാമായണത്തിൽ വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറയാം. ഇങ്ങനെയാണ് രാമായണം വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇന്നലെ സൂചിപ്പിച്ചത് 7 ദിവസം ഒന്നും മതിയാവില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടാണ്. മഹാപുരുഷ സംശ്രയ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളുമായിട്ടുള്ള സംഘം. അപ്പം ഈ 3 കാര്യങ്ങൾ വളരെ ദുർലഭമാണ്. മനുഷ്യജന്മം കിട്ടുക, ആ മനുഷ്യജന്മം കിട്ടിയാൽ വിവേകപൂർവം ഈശ്വരചിന്ത, ശ്രേയസിന്റെ മാർഗം അതുണ്ടാകുക. പിന്നെ 3ാമത്തെ മഹാത്മാക്കളുമായിട്ടുള്ള സംഘം. ഇത് 3ഉം വളരെ പ്രയാസം. അതാണ് ഈ വാക്കിനെ കൊണ്ടിവിടെ സൂചിപ്പിച്ചത്. ജ്ഞാനിയാകും തവപാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. സാധാരണ ദുർലഭമല്ല, പിന്നെ അതിദുർലഭമാണ്. വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ് ഈ മഹാത്മാക്കളെ കണ്ടുകിട്ടുക എന്നുള്ളത്. അതുകൊണ്ട് എന്ത് വേണം? എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധി. അർത്ഥം ക്ലിയറാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി. അല്ല, ആരെങ്കിലും കാണുന്നതിന് മുമ്പേ തന്നെ എന്താ വന്നത്, എപ്പോഴാ തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കാൻ പാടില്ല. കാണുന്നതിന് മുമ്പ് തന്നെ വാട്ട് ബ്രോട്ട് യു ഹിയർ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കരുത്. ഭഗവാൻ മോഡൽ കാണിക്കുന്നു. രാമായണമൊക്കെ പഠിക്കുമ്പോൾ ഇത് കുറച്ചെങ്കിലും നമുക്ക് ഈ സാമാന്യ മര്യാദകളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം എന്ന്. ഒരു അതിഥി വീട്ടിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരാൾ അന്വേഷിക്കാൻ വന്നാൽ തന്നെ ഒരു ഈ മിനിമം ഗൈഡ്സ് എന്നൊക്കെ പറയില്ലേ, സാമാന്യ മര്യാദയെങ്കിലും നമുക്ക് ഉണ്ടാകണം. ചിലരൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അല്ലേ, ഇങ്ങനെ കുടിക്കാൻ ചിലപ്പോൾ നടന്ന് വിഷമിച്ച് ക്ഷീണിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. ചിലർ ദൂരെ നിന്ന് വരുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോയാൽ മതി എന്ന് വിചാരിച്ചായിരിക്കും വരുന്നത്. നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നർത്ഥം അല്ലേ. അപ്പം അങ്ങനെയുള്ള കുശല പ്രശ്നങ്ങളൊക്കെ ആദ്യം വേണം. ബാത്റൂമിൽ പോലും വേണം, ഇല്ല കുഴപ്പമില്ല, ശരി. കുടിക്കാൻ വെള്ളം എന്തെങ്കിലും, ഈ ഔപചാരികളൊക്കെ കഴിഞ്ഞിട്ട് വേണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ. ഭഗവാൻ അവന് മോഡല് കാണിച്ചു തന്നിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് ചോദിച്ചത്, എന്ത്?
എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി. വന്നതിൽ എന്തെങ്കിലും ഉദ്ദേശം, അത് ഗുരുവായൂർ വെറുതെ തൊഴാൻ വന്നു എന്നുള്ളതേ ഉള്ളൂ, അതോ എന്തെങ്കിലും പ്രത്യേകിച്ച്? ആദ്യം അറിയണ്ടേ ഇവരിവിടെ താമസിക്കുമോ അതോ പോകണോ, അത്താഴത്തിന് കൂടുതൽ എന്തെങ്കിലും ചെയ്യണോ, ബുദ്ധിമുട്ട്, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അല്ല, ഞങ്ങളവിടെ കൃഷ്ണ ഇന്നിൽ റൂം എടുത്തിട്ടുണ്ട്. പിന്നെ കുശലമൊക്കെ, പിന്നെയാണ് ശരിക്കുള്ള ചിരിയൊക്കെ വന്നത്. എന്താ ആതിഥ്യ മര്യാദ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ള ദുഃഖകരമായ ഒരു സത്യം. ഭഗവാൻ മോഡൽ കാണിച്ചു തന്നിരിക്കുന്നു എങ്ങനെയാണ് ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാരദിന് കാര്യം മനസ്സിലായി. ഭഗവാനെ അപ്പൊ പറയും, എന്തിനെന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. സാധാരണ ലൗകികർ പറയുന്ന ഭാഷയിൽ എന്തിനാണ് ഭഗവാനെ എന്നോട് പറയുന്നത്? എനിക്ക് കുറച്ചൊക്കെ ഭഗവാന്റെ കാര്യം അറിയാവുന്നയാളല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ വട്ടളക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. അങ്ങ് എത്ര ഇളകിയാക്കാൻ നോക്കിയാലും ഞാൻ അങ്ങനെ ഇളകില്ല. പക്ഷേ എന്താ ഭഗവാനത് പറയാൻ കാര്യം എന്താണ്? ലോകോത്തമന്മാർക്ക് വേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ലൗകിക ദൃഷ്ടിയിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ വേണ്ടി വരും എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ട് പിന്നെ ഭഗവാന്റെ വാക്കുകളെ സുന്ദരമായ ഒരു അപഗ്രഥനത്തിന്, ഒരു അനാലിസിസിന് വിധേയമാക്കുകയാണ് നാരദൻ. രസമായ ഒരു ഭാഗമാണ്, ഒരുപാട് സമയം പഠിക്കാനുള്ള ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കുക. യോഗേശനായ നീ സംസാരി ഞാനെന്ന് ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. ഞാനൊരു സംസാരിയാണ്. അപ്പൊ ഞങ്ങളെപ്പോലുള്ള സംസാരികളായ സാധാരണക്കാർക്ക് അങ്ങയുടെയൊക്കെ ദർശനം കിട്ടുന്ന മഹാഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഭഗവാൻ തുടങ്ങിയത്. ആ സംസാരി എന്നുള്ള വാക്കിനെ പിടിച്ചിട്ടാണ് നാരദൻ പറയാൻ പോകുന്നത്. ശരിയാണ്, അങ്ങ് വലിയൊരു സംസാരിയാണ്, ഗൃഹസ്ഥനാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ പോവുകയാണ് നാരദൻ. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നത് നിർണയം. ഈ 7 ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും ശരിയാണ്. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണ് കാര്യം? അങ്ങ് ആരാണ്? സർവജഗൽപിതാവാണ്, സർവജഗത്തിനും പിതാവാണ്. ഇന്നലെ പറഞ്ഞ ഒരു വാചകം ഓർമ്മയുണ്ടോന്നറിയില്ല. അഹം ബീജപ്രദ പിതാ. ശരി, ഹനുമാൻ സ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. ശൈവ ബീജമാണ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്ക് പിതാവിന്റെ ലക്ഷണം എന്താണ്? ബീജദാതാവ് ആരാണോ ആ ആളിനാണ് ശരിയായ പിതൃത്വം. പിന്നെ വളർത്തുന്നയാളിനൊക്കെ അച്ഛന്റെ സ്ഥാനമുണ്ട്, ഗുരുവിനും അച്ഛന്റെ സ്ഥാനം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്ക് പിതൃത്വം ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു തന്നു. എന്ത്? അഹം ബീജപ്രദ പിതാ. ഇവിടെ പറയാൻ കാര്യം എന്താണ്? സർവജഗൽപിതാവായ, സർവജഗത്തിനും പിതാവായ ആണ്. എന്തുകൊണ്ട്? പ്രകൃതിയിൽ ഭഗവാനാണ് ഗർഭാധാനം നടത്തുന്നത്. നമുക്കൊക്കെ അറിയാം അല്ലെ? സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണ്? പുരുഷനിൽ നിന്ന് സ്ത്രീയിൽ ഗർഭാധാനം. ഇതൊന്നും ഉറച്ചു പറയുന്നത് എന്താണെന്ന് സംശയിക്കരുത്, ഇതൊക്കെ ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് എന്നറിയാം. തസ്മിൻ ഗർഭം ദധാമ്യഹം, ഇതാണ് ഭഗവാൻ ഗീതയിൽ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പം നമ്മൾ രഹസ്യമായിട്ട് പറയേണ്ടതൊന്നുമല്ല ഇത് എന്നർത്ഥം. പ്രകൃതിയിൽ ഭഗവാനാണ് ഗർഭത്തെ നിക്ഷേപിക്കുന്നതെന്ന് ഭഗവാൻ ഉറപ്പിച്ച് ഗീതയിൽ പറയുന്നു. തസ്മിൻ ഗർഭം ദധാമ്യഹം. അപ്പൊ ഭഗവാൻ ആരാണ്? പ്രകൃതിയാകുന്ന സ്ത്രീയിൽ ഗർഭാധാനം നടത്തുന്ന പുരുഷന്റെ റോളാണ്. അപ്പൊ ജഗത്തിന് മുഴുവൻ പിതാവ് ആരാണ്? അർത്ഥം അങ്ങനെ മനസ്സിലാക്കണം. സർവജഗൽ പിതാവാണ്. അപ്പൊ ജഗൽപിതാവിന് എന്ത് വേണം? പിതാവിന് മാത്രമായിട്ടൊരു സൃഷ്ടി സാധ്യമല്ല, പിന്നെ ഒരു മാതാവ് വേണം. അതാരാണ്? അതാണ് പറഞ്ഞത് സർവജഗത്തിനും കാരണഭൂതയായി അല്ലേ? പിന്നെയോ സർവമാതാവായ മായാ ഭഗവതി. സൃഷ്ടി മുഴുവൻ നടക്കുന്നത് മായയിൽ കൂടിയാണ്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം അല്ലെ? ഇന്നലെ പറഞ്ഞപ്പോൾ എന്താണ് സീതാദേവി പറഞ്ഞത് കണ്ട്? തസ്യ സന്നിധി മാത്രേണ, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം, ബൈ മിയർ പ്രസൻസ് ഞാനാണിത് മുഴുവൻ
ചെയ്യുന്നു. എന്നാൽ എനിക്ക് തന്നെയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ ഭഗവാന് തന്നെയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കും, പക്ഷെ ഭഗവാൻ ചെയ്യുന്നില്ല. എന്നിൽ കൂടിയാണിതല്ല. ഇങ്ങനെ ഒരു ബന്ധമില്ല. ആ ബന്ധത്തെ ഇന്നലെ സീതാദേവി അപഗ്രഥിച്ച് നമുക്ക് കാണിച്ചു തന്നതാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈരേഴ് ലോകവും ആരുടെ ഗൃഹമാണ്? അതുകൊണ്ട് ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും. അതുകൊണ്ട് ഭഗവാൻ ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞത് ശരിയാണ്. നോക്കൂ, എത്ര സുന്ദരമായ, എത്ര ആസ്വദിക്കാൻ കഴിയണമെന്നർത്ഥം അല്ലേ? വിഷ്ണുഭുജംഗം കേട്ടിട്ടുള്ളവർക്കറിയാം. അതിൽ ഒരു പ്രയോഗമുണ്ട്, ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ. ആരെഴുതിയാണ് വിഷ്ണുഭുജംഗം? ആർക്ക് വേണ്ടിയിട്ട്? അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മയുടെ അവസാന നാളുകളിൽ അമ്മയ്ക്ക് ഭഗവാൻ ദർശനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എഴുതിയതാണ് വിഷ്ണു. അതിലെ ഒരു ഭാഗമാണ് ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണു. എന്താ പ്രയോഗം എന്ന് നോക്കൂ. ത്രിലോകീ ഗൃഹസ്ഥന. എന്തുകൊണ്ട്? അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈരേഴ് ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും അടുത്ത പോയിന്റ് സൂചിപ്പിക്കുന്നു. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്ന നാനാപ്രജകളും. ഇപ്പൊ പറഞ്ഞത് തന്നെ, നിന്റെ സന്നിധി മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സാന്നിധ്യം മാത്രം മതി. സാന്നിധ്യം എന്നുള്ളതിന് ഭഗവാൻ ഉപയോഗിച്ച ഫ്രേസ് എന്താണ് ഗീതയിലെ? മയാ അധ്യക്ഷേണ. ഒരു യോഗത്തിൽ അധ്യക്ഷന്റെ റോൾ എന്താണ്? അടുത്തത് ശ്രീ പ്രേംകുമാർ സംസാരിക്കുന്നതാണ് എന്നൊന്ന് വിളിച്ചു പറയണം, എന്നിട്ടിരുന്ന് ഉറങ്ങാം. പ്രേംകുമാർ സംസാരിച്ച് നിർത്തി കഴിയുമ്പോൾ അടുത്ത ഇത് മാത്രമേ ഉള്ളൂ അധ്യക്ഷന്റെ ജോലി എന്നർത്ഥം. ബാക്കി സമയം ഇരുന്ന് ഉറങ്ങും. ചിലപ്പോൾ ടി വിയിലൊക്കെ ചില ആളുകളുടെ യോഗത്തിന്റെ ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അധ്യക്ഷൻ എന്താ ജോലി? ഇത് മാത്രമേ. സാന്നിധ്യമാണ് ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്നു നാനാപ്രജകളും. വലിയ അർത്ഥമുള്ള ഒരു പ്രയോഗമാണത്. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്നു നാനാപ്രജകളും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ഭഗവാൻ ആരെയും ജനിപ്പിക്കുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? പ്രജകൾ സ്വയം ജനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെയൊക്കെ കർമ്മത്തിന്റെ ആ വാസനകൾ തീരാതെ വരുന്നത് കൊണ്ട് അടുത്ത ജന്മം എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഭഗവാൻ ആരെയും ജനിപ്പിക്കുന്നില്ല. പിന്നെ നമുക്ക് എത്ര സുന്ദരമായ വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണ്. നിന്നുടെ സന്നിധി മാത്രമേ. അപ്പൊ ഭഗവാൻ ഇതിനകത്ത് നേരിട്ട് പങ്കുണ്ടെന്നൊന്നും വിചാരിക്കരുത്. പിന്നെ മായയിൽ നിന്ന് പ്രജകൾ ജനിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാദത്തേ കസ്യചിത് പാപം. നീ അങ്ങോട്ട് വരുമ്പോൾ ഗീതയിൽ നമ്മൾ കാണുന്ന അർത്ഥം. അപ്പൊ ഈ പുണ്യപാപങ്ങളൊക്കെ തന്നതിലോ ജന്മം തന്നതിലോ ഒന്നും ഭഗവാൻ ഒരു ആരാ ഇതൊക്കെ തീരുമാനിക്കുന്നത്? നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ തന്നെ തീരുമാനിച്ചു വെച്ചിരിക്കും. അപ്പോൾ മായയിൽ നിന്ന് പ്രജകൾ ജനിക്കുകയാണ് ചെയ്യുന്നത്, എല്ലാവരും ജനിക്കില്ല. ജനിക്കാൻ കാരണം എന്താണ്? കർമ്മവാസന പ്രേരിതരായിട്ടാണ് നമ്മളൊക്കെ, അവശന്മാരായിട്ടാണ് നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത്. ഭഗവാനാണെങ്കിലോ ഭഗവാന്റെ അവതാരങ്ങളൊന്നും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ആത്മയോനി സ്വയം ജാതൻ എന്നൊക്കെ വിഷ്ണുസഹസ്രനാമത്തിൽ വിശേഷിപ്പിച്ചതെന്നർത്ഥം. സ്വയം ജാതനാണ്, കർമ്മവാസനകളാൽ പ്രേരിതമായിട്ടല്ല. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഭഗവാനെ ബന്ധിക്കുന്നില്ല. ഈ ദേഹം ഉപേക്ഷിക്കുമ്പോൾ കർമ്മവാസനകൾ ശേഷിക്കും. നമുക്കോ ഉപേക്ഷിക്കുമ്പോൾ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ അല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവന്ന 100 കിലോ ആണ്, തിരിച്ചു പോകുമ്പോൾ 1000 കിലോയുടെ ഒരു അല്ല 1000 ചിലപ്പോൾ 10000 ഒരു വലിയ വാസനകളുടെ ഒരു മാറാപ്പും തോളിലിട്ടാണ് സൂക്ഷ്മ ശരീരം വീണ്ടും യാത്ര തുടരുന്നത്. പിന്നെ എവിടെയാണ് ഈ ജന്മം അവസാനിക്കുക? ജന്മം അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? വാസനകൾ ഇല്ലാതെയാകണം. വാസനകൾ ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണം? ഗീത 12ാം അധ്യായം പഠിക്കുമ്പം വരും. അപ്പം ബാക്കി നമുക്ക് കാണാം.
ക്ലേശോധികതരസ്തേഷാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ട് വർണ്ണിക്കും എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുക. ഓരോ സ്റ്റെപ്പായിട്ട് ഓരോരുത്തരുടെ ആ അർഹത അനുസരിച്ച് ഒടുവിൽ കൊണ്ട് പറഞ്ഞു നിർത്തും. എന്ത്? ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മഫലത്യാഗഃ ത്യാഗാത് ശാന്തിരനന്തരം. സുന്ദരമായ വർണ്ണനയൊക്കെ അവിടെ കാണാമെന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച് ചെയ്യണം. രാമായണത്തെ നമ്മൾ കാണാൻ പോകുന്ന വാക്കാണ്. കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച് ചെയ്യണം. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ പോകാനാകുമ്പോഴത്തേക്ക് വാസനാരഹിതമായ അവസ്ഥയിലെത്താം. അതിനെയാണ് ഇന്നലെ പറഞ്ഞ നൈഷ്കർമ്മ്യം എന്ന് സൂചിപ്പിക്കുന്നത്. കർമ്മവാസനകളില്ലാത്ത അവസ്ഥയാണ് എന്നർത്ഥം നൈഷ്കർമ്മ്യം. അപ്പൊ അതുകൊണ്ട് അർണോജ സംഭവനാദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കെ ഒക്കവേ നിന്നപത്യം. അപത്യം എന്ന് പറഞ്ഞാൽ സന്തതികൾ. നേരത്തെ വായിച്ചപ്പോൾ രാമായണം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കും. അനപത്യം എന്നൊരു വാക്ക് നമ്മൾ കണ്ടു. അനപത്യം എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥ. ദശരഥൻ പറയുന്ന ഭാഗത്ത് അനപത്യ ദുഃഖത്തെക്കുറിച്ച് സൂചിപ്പിക്കും. അപ്പൊ അപത്യം എന്ന് പറഞ്ഞാൽ സന്തതികൾ എന്നർത്ഥം. അപ്പൊ ഇതൊക്കെ ഒക്കവേ ചരാചര ജന്തുക്കൾ മുഴുവൻ ഭഗവാന്റെ അപത്യമാണ്, സന്തതികളാണ്. അപത്യം എന്ന് പറയരുത്, അർത്ഥം മാറും. അപത്യം. പുനരാകയാലൊക്കും പറഞ്ഞത് സംസാരി എന്നതും. അപ്പൊ സംസാരിയാണെന്ന് പറഞ്ഞാൽ ആ പല വാദഗതികളെ കൊണ്ട് സമർത്ഥിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. നേരത്തെ പറഞ്ഞതിനെ സൂചിപ്പിക്കുകയാണ്. എന്താ ഈ മുഖ്യനാകും പിതാവായതും നീയല്ലോ? സാധാരണ മന്ത്രിമാരൊക്കെ പറയുമ്പോഴാണ് മുഖ്യൻ എന്നൊക്കെ പറയാറുള്ളതെന്നർത്ഥം. ഇല്ല, മുഖ്യമന്ത്രി എന്ന് മുഴുവൻ പറയാറില്ല, മുഖ്യൻ. ഇവിടെ എന്താ പറഞ്ഞത്? മുഖ്യനാകും പിതാവായത് നീയല്ലോ. സൃഷ്ടിക്ക് പല ഘടകങ്ങള് കാരണമാകും. അതിൽ മുഖ്യമായ കാരണം ഭഗവാന്റെ സാന്നിധ്യം. അങ്ങനെ മനസ്സിലാക്കാം. പിതാവായതും നീയല്ലോ. പിതാവിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ മുമ്പേ പറഞ്ഞു. ബീജപ്രദം. പിന്നെ ശുക്ല രക്ത അസിത വർണ്ണഭേദം. വെളുപ്പ്, കറുപ്പ്, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ. വെളുപ്പ് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? സത്വഗുണത്തെ. കറുപ്പ് തമോ ഗുണത്തെ. ചുവപ്പ് രജോ ഗുണത്തെ. ഇത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താം, ത്രിമൂർത്തികളുമായിട്ട് ബന്ധപ്പെടുത്താം എന്നർത്ഥം. അങ്ങനെ സത്വരജസ്തമോ നാമഗുണത്രയുക്തയായിടിന വിഷ്ണു മായ. മായ ത്രിഗുണാത്മികമാണ്. മായ ഉണർന്ന് പ്രവർത്തിക്കുന്നതിന് മുമ്പ് മായയിൽ ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയിൽ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു. അപ്പൊ സൃഷ്ടിയില്ല. പിന്നെ സൃഷ്ടി ആരംഭിക്കുന്നത് എപ്പോഴാണ്? സൃഷ്ടി സംഭവിക്കട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിക്കുമ്പോൾ ഭഗവാനിൽ നിന്ന് ആദ്യം ഉണർന്ന് പ്രവർത്തിക്കുന്ന കാലശക്തി മായയിൽ ക്ഷോഭം ഏൽപ്പിക്കുമ്പോഴാണ് ത്രിഗുണങ്ങളിൽ ഇംബാലൻസ്, ക്ഷോഭം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ത്രിഗുണങ്ങൾ മൂന്നിലൊന്ന് കൃത്യമായിട്ടിരിക്കുമ്പോൾ ഒന്നിന്റെ ഗുണം അറിയില്ല എന്നർത്ഥം. ഈ കാലം ക്ഷോഭം ഏൽപ്പിക്കുമ്പോൾ ത്രിഗുണങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ സംഭവിക്കും. അപ്പം 70, 25, 5 എന്നുള്ള ഭാവങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ മാറുന്നു. ഇതാണ് സൃഷ്ടിക്ക് കാരണം. ഭാഗവത്തിലൊക്കെ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് സൃഷ്ടി പ്രക്രിയ. അപ്പം അതുകൊണ്ടാണ് വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നത്. പിന്നെയോ സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ. അവിടെ സത്വം എന്ന് സൂചിപ്പിക്കുന്ന സത്വഗുണത്തെ അല്ല, പിന്നെ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന എല്ലാ ഭൂതങ്ങളും എല്ലാ
ജന്തുക്കളും, ജന്തുക്കൾ എന്നുള്ള വാക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞാണ്, അതാണ് ശരിയായിട്ടുള്ള വാക്ക്. അപ്പൊ ഈ ജന്തുക്കളൊക്കെ ജനിപ്പിക്കുന്നത് എങ്ങനെയാണ്? മായയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ത്രിഗുണ സാമ്യാവസ്ഥയ്ക്ക് ക്ഷോഭം വരുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയും, പിന്നെ അത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങള്, സ്ഥൂല പഞ്ചഭൂതങ്ങള്, വസ്തുക്കളുടെ ആവിഷ്കാരം, ഇങ്ങനെ ആ പ്രക്രിയ, പഞ്ചീകരണ പ്രക്രിയയൊക്കെ സൂചിപ്പിക്കും. അങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ട് സത്യം ത്വയോക്തം, അതിനില്ല സംശയം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് പരമ സത്യമാണ്. സത്യം ത്വയോക്തം, അതിനില്ല സംശയം. പിന്നെ പുത്ര മിത്ര അർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ. ഗൃഹസ്ഥന്റെ സാധാരണ സ്വഭാവം എന്താണ്? ഏഷണത്രയം എന്ന് പറയുന്ന പുത്രൈഷണം, ദാരൈഷണം, ധനൈഷണം എന്നൊക്കെ പറയും. ഒരു ഗൃഹസ്ഥനാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിലൊക്കെ ആസക്തി ഉണ്ടാകും. ഏതില്? പുത്ര മിത്ര അർത്ഥ കളത്ര. പിന്നെ ഒരുപാട് ലിസ്റ്റ് പറയാം, അത് എഴുത്തച്ഛന് അത്രയും പറഞ്ഞ് ഇങ്ങോട്ട് നിർത്തിയെന്ന് മാത്രം, ഏറ്റവും പ്രധാനപ്പെട്ട മാത്രം സൂചിപ്പിച്ചു. പുത്ര മിത്ര അർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തന. അതിലുള്ള അമിതമായ ഒട്ടലിനെയാണ് ഈ ആസക്തി എന്ന് സൂചിപ്പിക്കുന്നത്. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും. ഈ ലോകത്രയത്തിന് എന്താണ് ലോകത്രയം? 3 ലോകങ്ങൾ. ഏതൊക്കെയാ 3 ലോകങ്ങള് എന്നാണ് നമ്മൾ സാധാരണ പറയുക. പക്ഷെ സൂക്ഷ്മമായ അർത്ഥത്തിൽ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ലോകം എന്ന വാക്കിന് ലോക്യതേ ഭുഞ്യതേ ഇതി, അനുഭവിക്കുന്ന സ്ഥലം അഥവാ അനുഭവമണ്ഡലം എന്നാണ് ലോകം എന്നുള്ള വാക്കിന് അർത്ഥം. അനുഭവം എവിടെയാണുള്ളത്? ജാഗ്രത്തിലും സ്വപ്നത്തിലും. അനുഭവം ഇല്ലാത്ത അനുഭവം സുഷുപ്തിയിലും. അതുകൊണ്ട് ത്രിലോകം എന്ന് സൂചിപ്പിക്കുന്നത് അവസ്ഥത്രയത്തെയാണ്. സൂക്ഷ്മമായ അർത്ഥത്തിൽ അങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ലോകത്രയ മഹാഗേഹത്തിന് ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകും. ഈ അവസ്ഥാത്രയത്തിലെ അനുഭവങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിഞ്ഞു കടന്നുപോലും ഇല്ല എന്നർത്ഥം. അത്രയ്ക്ക് സുഖമായിട്ട് ഉറങ്ങിപ്പോയി എന്നിപ്പോഴാരറിയുന്നു? ഞാൻ. അതെങ്ങനെ അറിഞ്ഞു? ഞാൻ ഉറങ്ങുകയല്ല എന്ന്. പിന്നെ എങ്ങനെ അറിഞ്ഞു? ഉണരലിനും ഉറക്കത്തിനും അതീതമായ അവസ്ഥയുള്ള ആ ചൈതന്യം, ബോധം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ട്. നേരെ ഉറക്കത്തിൽ തന്നെ അങ്ങോട്ട് കിടുങ്ങിപ്പോയിരുന്നെങ്കിലോ കഴിഞ്ഞ. രാവിലെ കാപ്പിയും കൊണ്ട് ഇന്ന് കാലെ പിടിച്ച് കുലുക്കുമ്പം തലയും കൂടെ അനങ്ങും അല്ലേ? അപ്പോഴാണ് അറിയുന്നത് എന്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ അനുഭവമില്ല അല്ലേ? ഞാൻ ഉറക്കത്തിലാ മരിച്ചത് എന്ന് പറയാറുണ്ടോ ആ ശരീരം? അപ്പൊ ഇത് പറയണമെങ്കിൽ അറിയണമെങ്കിൽ എന്ത് വേണം? ഒരു ബോധം ഉള്ളില് ഉണ്ടായിരിക്കണം. അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾക്ക് അതീതമാണ്. അതുകൊണ്ടാണ് ഭഗവാനെ അവസ്ഥാത്രയാതീതം എന്ന് വിശേഷിപ്പിക്കുന്നത്. അവസ്ഥാത്രയാ അതീതം. ഇപ്പൊ ചൈതന്യത്തിന്റെ നിലനിൽപ്പ് അവസ്ഥാത്രയത്തിനും അതീതമാണ്. അഥവാ അവസ്ഥാത്രയത്തിലെ അനുഭവങ്ങൾക്ക് കാരണം ഈ ചൈതന്യത്തിന്റെ സാന്നിധ്യമാണ്. ബോധം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അനുഭവം ഉണ്ടോ? ജാഗ്രത അവസ്ഥയിൽ എന്തുകൊണ്ടാണ്? ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ അലേർട്ടായിട്ടിരിക്കുന്നതുകൊണ്ടാണ് സാധിക്കുന്നത്. ഈ അലേർട്ടായിട്ടിരിക്കാൻ എന്താണ്? ഉള്ളിലെ ചൈതന്യം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ലോകത്രയ മഹാഗേഹത്തിന് ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും. അത് ഏകനായൊരു ഗൃഹസ്ഥൻ എന്ന് പറയാൻ കാര്യം അദ്വയമാണ്. രണ്ടാമതൊന്ന് ഇല്ല. ഈ ഉള്ളിലെ ബോധത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പകരമായിട്ട് വേറൊന്ന് ഇല്ല. അപ്പൊ ഏകം, നിത്യം, വിമലം, അചലം, സർവധീ സാക്ഷിഭൂതം. എവിടെയാ കേട്ടിരിക്കുന്നത്? എവിടെയോ കേട്ടിട്ടുണ്ടല്ലേ?
ഗുരുസ്തുതിയിൽ നമ്മളത് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഈ ക്വാളിഫിക്കേഷനൊക്കെ ബ്രഹ്മത്തിന്റെ അതേ ക്വാളിഫിക്കേഷൻസ് ആണ്. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം എന്ന് പറഞ്ഞെന്താണ്? സർവധീ സാക്ഷിഭൂതം. സകല ജന്തുക്കളിലും ബുദ്ധിയുടെ രൂപത്തിൽ പ്രവർത്തിപ്പിക്കുന്നത് ഈ സർവേശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അത് എല്ലാറ്റിനും ബുദ്ധി. നോക്കൂ, ഒരു എറുമ്പഴഞ്ഞു പോകുന്നിടത്ത് കൊണ്ട് ഒരു തരി ഉപ്പിട്ട് കൊടുത്തു നോക്കൂ, എന്ത് സംഭവിക്കും? തിരിഞ്ഞു നോക്കുകയല്ല. തിരിഞ്ഞു നോക്കിയെങ്കിൽ തന്നെ കൊണ്ടിട്ട നിങ്ങളെ ഒന്ന് നോക്കുമായിരിക്കും. അപ്പൊ അതിന് ബുദ്ധിയില്ലേ? സർവധീ സാക്ഷിഭൂതം. ബ്രഹ്മാവ് മുതൽ എറുമ്പ് വരെയുള്ള സമസ്ത ചരാചരങ്ങളിലും മനസ്സും ബുദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നത് ആ സർവേശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ്. നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒക്കെ പ്രവർത്തിക്കുന്നതെന്ന് നന്നായിട്ട് ഉറപ്പിക്കൂ. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, കാല് എന്റേതാണെന്ന് പറയും, പക്ഷെ കാല് കാലാകുന്നത് എപ്പോഴാണ്? കുറച്ചു നേരം ഇങ്ങനെ ചടഞ്ഞിരുന്ന് കഴിഞ്ഞ് കാല് പെരുത്ത് കഴിയുമ്പം പോലും കാലുണ്ടോയെന്ന് ചിലപ്പോൾ സംശയം തോന്നും, അല്ലേ? എന്തുകൊണ്ട്? അല്പസമയത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ അവിടെ കുറഞ്ഞതേ ഉള്ളൂ കാരണം. അപ്പോൾ ആ ചൈതന്യം അവിടെ പ്രവർത്തിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, 13ാം അധ്യായം നമ്മൾ ഇന്നലെ കോട്ട് ചെയ്തു, സർവതപ്പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം. സകല അക്ഷികളിലും ശിരസിലും മുഖത്തിലും പാദങ്ങളിലും ഒക്കെ ആരാ പ്രവർത്തിക്കുന്നത്? സർവമാവൃത്യ തിഷ്ഠതി. അപ്പൊ ഞാൻ എവിടെയായിരിക്കുന്നത്? വൈകുണ്ഠത്തിലുമല്ല, അമ്പലത്തിലുമല്ല, പിന്നെ സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ച് അവയൊക്കെ അതാക്കി നിലനിർത്തുന്ന ചൈതന്യമാണ് ഞാൻ എന്ന് ഭഗവാൻ ആവർത്തിച്ച് ഗീതാ പുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർക്ക് ഉച്ചയ്ക്ക് വായിക്കാം. എന്ത്? അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ. എല്ലാ പ്രാണികളുടെയും ശരീരത്തെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ ഉള്ളിൽ വൈശ്വാനരനായിട്ട് ഇരുന്നു കൊണ്ട് പചാമി അന്നം ചതുർവിധം. നിങ്ങൾ കഴിക്കുന്ന 4 വിധത്തിലുള്ള ആഹാരത്തെയും ഉള്ളിലിരുന്ന് ദഹിപ്പിക്കുന്നു. ആരെ? അഹം. അപ്പൊ ഞാൻ കഴിച്ചു, ഞാൻ ദഹിപ്പിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. പിന്നെ ഇതൊക്കെ ആ സർവേശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഉറപ്പിക്കൂ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാ. ആ ഏകൻ എന്നുള്ള വാക്കാണ് നമ്മളെ കൊണ്ട് അത്രയും ഗഹനമായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ആ ഒന്നല്ലാതെ, അല്ലേ? ഏകം നിത്യം വിമലം അചലം നമ്മൾ സൂചിപ്പിച്ചു. അപ്പൊ ഏകം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമതൊന്നില്ലാത്തത് എന്നർത്ഥം. അങ്ങനെ മനസ്സിലാക്കാവൂ ഏകം എന്നുള്ള വാക്കിന്. വെറുതെ ഏകം, ഒന്ന്. ആ ഒന്ന് രണ്ടാമത്തേതിന് മുമ്പുള്ള ഒന്നല്ല, പിന്നെ ആ ഒന്നിന്റെ പിന്നിൽ 2 ഇല്ല തന്നെ. അതിനാണ് അദ്വയം എന്ന്. ഏകനായ ഒരു ഗൃഹസ്ഥനാകുന്നതും സർവലോകൈകനാഥം. ശാന്താകാരം പറഞ്ഞ് നമസ്കരിക്കില്ലേ? സർവലോക ഏകനാഥം. സമസ്ത ലോകങ്ങൾക്കും ഏകനാഥനാണ്. ആ ഏകം എന്നുള്ള വാക്കിനെ മനസ്സിലാക്കണം. എങ്ങനെ? രണ്ടാമതൊന്നില്ലാത്ത ആ വലിയ ഒന്ന് എന്നർത്ഥം. സാധാരണ ഒന്നിന്റെ കൂടെ 2, 3, 4 എന്ന് അനന്തമായിട്ട് എണ്ണം കാണാം. പക്ഷെ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഏകം എന്ന് പറയുന്നത് ഏകം, അദ്വയം, രണ്ടാമതൊന്ന് ഇല്ല. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. പിന്നെ കുറേ ലിസ്റ്റ് അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ നോക്കുന്നില്ല. നാരായണൻ, നീ, രമാദേവി, ജാനകി,
എന്നിട്ട് ഒടുവിൽ പറഞ്ഞ വാചകം മാത്രം ശ്രദ്ധിക്കുക. എന്ത്? യാതൊന്ന് പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽസർവവുമേക നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും. അപ്പൊ അഗ്നി ഭഗവാനാണെങ്കിൽ അഗ്നിയിലെ ചൂട് ദേവിയാണ്. നീ ഇത് പറയാത്ത ഒരു ഉദാഹരണം, പഞ്ചസാര ഭഗവാനാണെങ്കിൽ പഞ്ചസാരയുടെ മാധുര്യം ദേവിയാണ്. ഇങ്ങനെ അതിൽ അടങ്ങിയിരിക്കുന്ന ശക്തി അഥവാ ശക്തി വിശേഷത്തെയാണ് സ്ത്രീലിംഗമായിട്ട് സൂചിപ്പിക്കുന്നത്. ആ ലിസ്റ്റ് പറഞ്ഞതൊന്നും നമ്മൾ വായിക്കുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചോളൂ എന്ന്. യാതൊന്നതൊക്കവേ ദേവകീ ദേവിയും ജാനകീ ദേവിയും നിങ്ങൾ ഇരുവരുമെന്നേ മറ്റൊന്നുമെങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. സത്യാവബോധം വന്ന ഒരു മഹാത്മാവിന് എവിടെ നോക്കിയാലും ഇത് മാത്രമേ കാണാനുള്ളൂ. എന്ത്? പുരുഷനും പ്രകൃതിയും മാത്രം. അതാണ് നിങ്ങൾ ഇരുവരും എന്ന് സൂചിപ്പിച്ചത്. അതാണ് പുരുഷനെയും പ്രകൃതിയും. പ്രപഞ്ചം നിലനിൽക്കുമ്പോൾ അഥവാ പ്രപഞ്ച ബുദ്ധി ഉള്ളപ്പോൾ അതിനെ ഇങ്ങനെ കാണണം. പുരുഷനായിട്ടും പ്രകൃതിയായിട്ടും മാത്രം കാണാൻ കഴിയും. ഈ അറിവുള്ളവർക്ക് മാത്രമാണ് അത് സാധിക്കുക. അങ്ങനെയുള്ളവര് നിന്നെ തിരഞ്ഞറിഞ്ഞ് എങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരു നീയല്ലോ നൂനം അവ്യാകൃതമായതും. അവ്യാകൃതം എന്ന് സൂചിപ്പിക്കുന്നത് അൺമാനിഫെസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ സൃഷ്ടി തുടങ്ങുമ്പോഴത്തെ അവസ്ഥയാണ് എന്നർത്ഥം. സൃഷ്ടി ആരംഭിക്കട്ടെ എന്ന സങ്കല്പത്തോടുകൂടി ഭഗവാൻ പ്രകൃതിയെ കടാക്ഷിച്ചപ്പോൾ പ്രകൃതി ഉണർന്ന് പ്രവർത്തിക്കുന്ന ആ അവസ്ഥയാണ് അവ്യാകൃതം എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുകയാണ്. പിന്നെ അതിങ്കിൽ നിന്നുള്ളൂ മഹത്തത്വം. സൃഷ്ടിക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് മഹത്തത്വം അഥവാ ടോട്ടൽ കോൺഷ്യസ്നെസ്. നമ്മുടെ ഓരോരുത്തരുടെയും ഞാൻ എന്ന ഭാവത്തിന്റെ കളക്റ്റീവായിട്ടുള്ള ആ അവസ്ഥയാണ് മഹത്തത്വം. പിന്നെ എന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും. ഇവിടെ സൂത്രം എന്ന് സൂചിപ്പിക്കുന്നത് ലിംഗശരീരത്തെ, സൂക്ഷ്മ ശരീരത്തെ എന്നർത്ഥം. സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീ പതേ പുനരുണ്ടായി ചമഞ്ഞതും ആണ് ഹിരണ്യഗർഭൻ. അത് സൃഷ്ടിയുടെ പ്രക്രിയ ഒരു വിധം നന്നായിട്ട് ഉറച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകുള്ളൂ. ഭാഗവത ഗ്രന്ഥ പഠനം തീർച്ചയായിട്ടും അതിന് സഹായിക്കും. അപ്പം അതിൽ നിന്ന് പിന്നെ എന്തുണ്ടായി? അഹങ്കാരബുദ്ധി. അപ്പോൾ മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്. ഓരോ ശരീരത്തോടും ഈ ചൈതന്യം ചേർന്ന് നിൽക്കുമ്പോൾ അത് ആ ശരീരത്തിന്, ഇന്നലെ അധ്യാത്മം എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച അതേ അർത്ഥത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓരോ ചൈതന്യത്തോട് ചേർന്ന് ഓരോ ശരീരത്തോട് ചേർന്ന് ഈ ചൈതന്യം പ്രവർത്തിക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഞാൻ എന്ന ചിന്തയെയാണ് അഹങ്കാരബുദ്ധി എന്ന് സൂചിപ്പിച്ചത്. അതിൻ്റെ കളക്റ്റീവായിട്ടുള്ള ടോട്ടലായിട്ടുള്ള അവസ്ഥയാണ് മഹത്തത്വം എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ മഹത്തത്വം അഹങ്കാരം എന്ന് മാത്രം ഓർമ്മയിലിരിക്കട്ടെ എന്നർത്ഥം. പിന്നെയോ പഞ്ചപ്രാണൻ ഇന്ദ്രിയജാല സംയുക്തമായോ എന്നല്ലോ. ഈ അഹങ്കാരം നിലനിൽക്കുന്നത് ഏതിലൊക്കെയാണ്? അയ്യഞ്ചും അഞ്ചുമുടൻ അയ്യാറും എട്ടുമുടനൺ. ഇത് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ജന്മമൃതി സുഖദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവൻ എന്ന് ചൊല്ലുന്നതും. ഈ ജീവൻ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓരോ ശരീരത്തോടും ചേർന്ന് നിന്നിട്ട് ജന്മമൃതി സുഖ ദുഃഖാദികളെയൊക്കെ അനുഭവിക്കുന്നതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ജന്മവും മരണവും ദുഃഖവും ഒക്കെ ആർക്കാണുള്ളത്? ജീവനാണ്, പരമാത്മാവിനല്ല എന്നർത്ഥം. എപ്പോഴാണോ ഒരു ശരീരത്തോട് ചേർന്ന് ഇത് നിന്നിട്ട് അതിൽ ഞാൻ എന്ന് അഭിമാനിക്കുന്നത്, അപ്പോഴാണ് ഈ പരമ്പര ആരംഭിക്കുന്നത്. ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്ന് ഓർത്തോളൂ. പിന്നെ ചൊല്ലാവതല്ലാതെ അനാദി അവിദ്യ ആഖ്യേ ചൊല്ലുന്നു കാരണോപാധി എന്നും ചിലർ. അനാദി അവിദ്യ ആണ് ഇതിന് കാരണം എന്ന് പറയുന്നു. എന്തുകൊണ്ട്?
അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ സാധാരണ മലയാളത്തിൽ അറിവില്ലായ്മ അഥവാ അജ്ഞാനം. എന്തിന്റെ അജ്ഞാനം? സ്വരൂപ അജ്ഞാനം. ഞാൻ ശരിക്കും ആരാണ് എന്ന് അറിയാത്തതാണ് എൻ്റെ ദുഃഖത്തിന് മുഴുവൻ കാരണം, അഥവാ ജീവഭാവത്തിന് കാരണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഈ വിഷയം. റൂട്ട് കോസ് എന്താണ് പറഞ്ഞത്? അജ്ഞാനം. അജ്ഞാനത്തിൽ നിന്ന് വാസനകൾ, വാസനകളിൽ നിന്ന് ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങളിൽ നിന്ന് സങ്കല്പങ്ങൾ, സങ്കല്പങ്ങളിൽ നിന്ന് കർമ്മങ്ങൾ, കർമ്മങ്ങളിൽ നിന്ന് വീണ്ടും കർമ്മവാസനകൾ വന്നിട്ട് കൂപേ വീണുഴലുന്നതുപോലെ ഏഹേ വീണുഴലുന്നു, ഒരിക്കലും മോചനമില്ലാതെ എന്നർത്ഥം. അപ്പൊ അനാദി അവിദ്യ. എന്തുകൊണ്ട് ഈ അനാദി എന്ന് പറയാൻ കാര്യം? വാക്കുകളെ ചിന്തിച്ച് മനസ്സിലാക്കണം. അനാദി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എ ബിഗിനിങ്, ഒരു ആദി ഇല്ലാത്തത് എന്നർത്ഥം. എന്തുകൊണ്ടാണ് ഇത്? ഇപ്പൊ കയറില് പാമ്പിനെ കണ്ടു. ആ കയറിൽ എത്ര കാലമായിട്ട് പാമ്പ് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസമാണ് ആ കയറിൽ പാമ്പ് വന്നതെന്ന് പറയാൻ സാധിക്കുമോ? ഉറപ്പാണല്ലോ എന്ന്. സംശയമില്ലല്ലോ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണമെന്നാണ്. അഭിപ്രായ വ്യത്യാസം സ്വാഗതം. എല്ലാം സംബന്ധിച്ചു എന്ന് പറയലല്ല നമുക്കിഷ്ടം. പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നതാണ് ഇഷ്ടം. അപ്പോൾ കയറിൽ പാമ്പ് എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. എന്തുകൊണ്ട്? കയറിൽ പാമ്പ് ഉണ്ടായിട്ടേയില്ല. ഉണ്ട് എന്ന് തോന്നാൻ കാരണം